കാര്യം കോൺഗ്രസ് 2026 ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുകയാണ്. ഈ പോക്കിൽ കൂടെ കൂട്ടാവുന്നവരെയൊക്കെ കൂടെ കൂട്ടുമെന്നാണ് കേൾക്കുന്നത്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വി.ഡി. സതീശൻ വിസ്മയകരമായ മാറ്റം തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞത്. എന്നാൽ ഇതേ വിഷയത്തിൽ ഒരു കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടം. തന്നെ കരിവാരിത്തേക്കാൻ വലിയ ഒരു പട തന്നെ തയ്യാറായി പാർട്ടിക്കകത്തും പുറത്തും നിലയുറപ്പിക്കുന്നുണ്ട് എന്ന കണക്കുകൂട്ടലിൽ നിന്നുകൊണ്ട് തന്നെയാണ് പാലക്കാട് സംഭവിക്കാനിരിക്കുന്ന വമ്പൻ ട്വിസ്റ്റിലേക്ക് മാങ്കൂട്ടം ഒരു സൂചന നൽകുന്നത്. ഷാഫി പറമ്പിലിനെയും മാങ്കൂട്ടത്തിലിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ചാണ്ടിയുമ്മന് പുതിയ പദവി നൽകുകയാണ് എന്ന തരത്തിൽ പല വാർത്തകളും പരക്കുന്നതിനിടയിലാണ് തന്നെ തകർത്തുകെട്ടാൻ ആർക്കുമാവില്ല എന്ന മുന്നറിയിപ്പോടുകൂടി മാങ്കൂട്ടം മിഷൻ 2026 കടക്കുന്നത്. ഇവിടെ ധാരാളം സർപ്രൈസുകൾ വരാൻ കിടക്കുന്നതല്ലേയുള്ളൂ. ട്രെയിലർ കണ്ട് ഞെട്ടേണ്ട എന്നാണ് മാങ്കൂട്ടം പറയുന്നത്. കെ ശശി കോൺഗ്രസിലേക്ക് വരുന്നതായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് മാങ്കൂട്ടം ഇത്തരമൊരു സർപ്രൈസ് കഥയുമായി രംഗത്തെത്തുന്നത്. എന്നാൽ ഇവിടെ നടന്ന ഒരു സംഭവത്തെ കൂടി ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. മാങ്കൂട്ടത്തിനെതിരെ അമ്പും വില്ലും കുലച്ച് PJ കുര്യൻ, സണ്ണി ജോസഫും PC വിഷ്ണുനാഥും അടക്കമുള്ളവരുടെ മുന്നിൽ വെച്ച് നടത്തിയ SFIയെ കണ്ടുപഠിക്കണ എന്നുള്ള പരാമർശം. ആലപ്പുഴയിലടക്കം യൂത്ത് കോൺഗ്രസ് തെരുവിലിറങ്ങി സമരം ചെയ്ത് പോലീസിന്റെ മർദ്ദനത്തിനിരയാകുമ്പോഴാണ് PJ കുര്യൻ അതേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് വിമർശിച്ചത്. അതുകൊണ്ട് തന്നെ അതേ വേദിയിൽ ഇട്ടുകൊണ്ട് തന്നെ തനിക്ക് വന്ന ഫോൺ കോളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാങ്കൂട്ടം മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ കുര്യന് കൊടുക്കേണ്ട എല്ലാ മര്യാദകളും നൽകിക്കൊണ്ട് പറഞ്ഞത്, ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട്, പണിയെടുക്കാൻ അറിയാമെന്നുമാണ്. കുടുംബയോഗങ്ങളിൽ 4 ചെറുപ്പക്കാരെ കണ്ടില്ല എങ്കിലും തെരുവിൽ എല്ലായിടത്തും യൂത്ത് ഉണ്ട്, അവരെ ഇറക്കേണ്ടിടത്ത് ഇറക്കാനും അറിയാമെന്നായിരുന്നു മാങ്കൂട്ടത്തിലിന്റെ ഉറച്ച മറുപടി. അതായത് അടിച്ചിരുത്തുക എന്ന് പറയില്ലേ, അത് തന്നെ.